الله أكبر 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 لا إله إلا الله الله أكبر الله أكبر ولله الحمد نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. തഖ്വ മുറുകെ പിടിക്കാനുള്ളതായ വസിയ്യത്ത് വളരെ പ്രാധാന്യമേറിയതാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ളതായ ഒരു ദിവസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തുൽ വദാഇൽ അതിന്റെ അവസാന ദിവസങ്ങളിൽ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശത്തിൽ പ്രകാരം കാണാം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബാണ്. നിങ്ങളുടെ സൃഷ്ടാവ്, ഉടമസ്ഥൻ, പരിപാലകൻ, നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ, ഏകനായ റബ്ബാണ് നിങ്ങളുടെ റബ്ബ്. വ ഇന്ന അബാക്കും വാഹിദ്, അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരേ പിതാവിൽ നിന്ന് ജനിച്ചവരാണ്. നിങ്ങൾ ഏത് നാട്ടിൽ ജീവിക്കുന്നവരാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, നിങ്ങൾ ഒരേ പിതാവിൽ നിന്ന്, ആദമിൽ നിന്ന് ജനനം കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അലാ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജ്മി, അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അജ്മിയ്യിൻ അലാ അറബി, ഒരു അനറബിക്ക് അറബികളുടെ മേൽ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അഹ്മർ അലാ അസ്വദ്, ചുവന്ന നിറമുള്ളവന് കറുത്ത നിറമുള്ളവന്റെ മേൽ. വലാ ലി അസ്വദ് അലാ അഹ്മർ, കറുത്ത നിറമുള്ളവന് ചുവന്ന നിറമുള്ളവന്റെ മേലും ഒരു ശ്രേഷ്ഠതയും തന്നെ ഇല്ല, ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ആദരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, സ്ഥാനങ്ങൾ നൽകപ്പെടുന്നത് ആരാണോ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവർ അവർക്കായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യാമു തശ്രീഖിന്റെ വേളകളിൽ ജനങ്ങൾ ഉദ്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. തഖ്വ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വ മുറുകെ പിടിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്ന അഅ്ദമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ, അല്ലാഹു തബാറക വ തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസം പെരുന്നാൾ ദിവസമാണ്, വലിയ പെരുന്നാൾ ദിവസമാണ്. യൗമുൻ നഹറാണ്. സുമ്മ യൗമുൽ ഖർ, അതിനുശേഷം തൊട്ടുടനെയുള്ള ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ദിവസങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വസിയ്യത്ത് തഖ്വ മുറുകെ പിടിക്കാനുള്ളതായ വസിയ്യത്താണ്. തഖ്വ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് അവൻ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനായിരിക്കണം എന്നതാണ്. ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നതാണ് വലിയ പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു സന്ദേശം. തഖ്വയും തൗഹീദും പരസ്പരം ബന്ധിതമാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പനയിൽ തന്നെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളെയും സൃഷ്ടിച്ചവനായ അവരുടെ റബ്ബായ അള്ളാഹുവിന് മാത്രമായിരിക്കണം നിങ്ങളുടെ ഇബാദാത്തുകൾ. എന്തിനാണത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നുണ്ട്.
തൗഹീദി പ്രബോധന രംഗത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് നേരിടേണ്ടി വന്ന ധാരാളം പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, അതിനെ എങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കരുത്തുറ്റ ഈമാനിലൂടെ, തവക്കുലിലൂടെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതിനൊരു പാഠവും പെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട്. ധാരാളം പാഠങ്ങൾ നൽകുന്ന ഒരു മദ്രസയാണ് വലിയ പെരുന്നാൾ എന്നുള്ളത്. ഹജ്ജിന്റെ ദിനങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദി പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരിടേണ്ടി വന്നതായ പ്രതിബന്ധങ്ങൾ പല കോലത്തിൽ, പല ശൈലിയിൽ, പല വിധേന ഇബ്രാഹിം അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലായി തെരഞ്ഞെടുത്ത രണ്ട് നബിമാരിൽ ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വീട്ടിലുള്ള ആളുകളെ ദഅവത്ത് ചെയ്തു. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. ഒന്നാമതായി പിതാവിനോട് പറഞ്ഞു, യാ അബതി ലാ തഅബുദു ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. പിശാചിന്റെ ഇബാദത്ത് എടുക്കുന്നവനാകരുത് താങ്കൾ. വിഗ്രഹങ്ങൾക്ക് പൂജ നടത്തിക്കൊണ്ടിരുന്ന, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഇബാദത്തുകൾ അർപ്പിച്ചിരുന്ന ആ സമൂഹത്തോട്, പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, പിശാചിന് പൂജ നടത്തുന്നവരാകരുത്. തിരിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്, യാ ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി വലിയ. ഇബ്രാഹിം, നീ ഇത് അവസാനിപ്പിക്കണം, നിന്റെ ഈ പ്രബോധനം നീ നിർത്തിവെക്കണം, അതല്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും, അതുകൊണ്ട് എന്നെ വിട്ടുപോയേക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുന്നിൽ പ്രതിസന്ധി വന്നു. ഉപ്പയുടെ താല്പര്യമാണോ ഇവിടെ പരിഗണിക്കേണ്ടത്, അള്ളാഹുവിന്റെ താല്പര്യമാണോ പരിഗണിക്കേണ്ടത്? ഇബ്രാഹിം അലൈഹിസ്സലാം വീട് വിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് സന്നദ്ധനായി. ഇബ്രാഹിം അലൈഹിസ്സലാം നാട്ടിൽ പോയിട്ട് ഇത് തന്നെ പ്രബോധനം ചെയ്യുന്നുണ്ട്. അവരോട് പറഞ്ഞു, ഉഫ്ഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് എത്ര അവഹേളനമാണ് നിങ്ങൾക്ക് ഏറ്റിരിക്കുന്നത്, നിങ്ങൾ എത്ര നിന്ദരായിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നതായ നിങ്ങൾ ആരാധ്യരും എത്ര അവഹേളിക്കപ്പെടുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അവർ പറഞ്ഞു, ഖാലൂ ഹജ്ജിഖൂഹു വൻസുറൂ ആലിഹതകും. ഇദ്ദേഹത്തെ നിങ്ങൾ ചുട്ടരിച്ചു കളയണം, നിങ്ങളുടെ ആരാധ്യരെ നിങ്ങൾ സഹായിക്കണം എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞു. നാട്ടുകാർ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒറ്റപ്പെടുത്തി. ഈ സമയത്തും ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ താല്പര്യത്തെ മുറുകെ പിടിച്ച് തൗഹീദി പ്രബോധന രംഗത്ത് അടിയുറച്ചു നിന്നു. അവിടുത്തെ ഭരണകൂടം ഇബ്രാഹിം അലൈഹിസ്സലാമിനെതിരെ തിരിഞ്ഞു. അവിടെയും ഇബ്രാഹിം അലൈഹിസ്സലാം വളരെ സുന്ദരമായി, അള്ളാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവൻ, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും അള്ളാഹു മാത്രമാണ് എന്ന് വളരെ സുന്ദരമായി ഉദാഹരണങ്ങളിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ പ്രബോധനമാണ് ഏറ്റവും പ്രഥമമായി കൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നിങ്ങൾക്ക് വിട്ടേച്ചു പോയിരിക്കുന്നതായ അനന്തര സ്വത്ത് ഇത് തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിലുള്ള നിങ്ങളുടെ മാതൃകയും ഇത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമി. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തോടും പറഞ്ഞതായ സന്ദർഭം, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സകല ആരാധ്യരിൽ നിന്നും ഞാനിതാ ഒഴിഞ്ഞു മാറുകയാണ്. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിൽ നിന്നൊഴികെ, ഫഇന്നഹു സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരൂ. വജഅലഹാ കലിമതൻ ബാഖിയതൻ ഫീ ആഖിബിഹി ലഅല്ലഹും യർജിഊൻ. എന്നിട്ട് അള്ളാഹു പറയാൻ ഈ കലിമത്തിനെ, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ സമൂഹത്തോടും പിതാവിനോടും പറഞ്ഞിരിക്കുന്ന ഈ പ്രബോധനത്തെ, ഈ ദഅവത്തിനെ, ഇതിനെ അള്ളാഹു കലിമതൻ ബാഖിയ എന്നെന്നും അവശേഷിക്കുന്ന ഒരു വചനമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫീ ആഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിന് അവർ സത്യത്തിലേക്ക് തിരികെ വരാൻ ഈ കലിമത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇതിനെ വിശദീകരിക്കുന്നുള്ളത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ സുപ്രധാനമായ ഒരു തഫ്സീർ നൽകുന്നത് കാണാം. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഇബ്രാഹിം അലൈഹിസ്സലാം വിട്ടേച്ചു പോയിരിക്കുന്നതായ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ജഅല ഹാദിഹിൽ മുവാലാത ലില്ലാഹ് വൽ ബറാഅത മിൻ കുല്ലി മഅബൂദിൻ സിവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കലിമതൻ ബാഖിയ എന്ന് പറഞ്ഞത് അല്ലാഹുവോടുള്ളതായി ഉറ്റബന്ധത്തെ, അള്ളാഹുവിന് സ്വീകരിക്കുന്നതിനെ, അള്ളാഹുവേതര ആരാധ്യരെ കൈവെടിയുന്നതിനെ, അതിനെ വർജിക്കുന്നതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കലിമതൻ ബാഖിയ എന്നെന്നും അവശേഷിക്കുന്ന കലിമത്തായി നിശ്ചയിച്ചിരിക്കുന്നത്. ഫീ ആഖിബിഹി യതവാറഫുൽ അംബിയാഉ വഅത്ബാഉഹും. പിൽക്കാലത്ത് വന്നിരിക്കുന്ന അമ്പിയാക്കൾ, അവരുടെ പിൻഗാമികൾ ഈ പറയുന്നതായ വറാസത്തിനെ, ഇതിനവർ ഏറ്റെടുത്തിരിക്കുന്നു. ബഅദുഹും അൻ ബഅദിൻ,
ചിലരിൽ നിന്ന്. വഹിയ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. വഹിയല്ലതി വറഫഹാ ഇമാമുൽ ഹുനഫാ ലിഅത്ബാഇ, ഇമാമുൽ ഹുനഫാ ഹനീഫുകളുടെ നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ അനുചരന്മാർക്ക് വിട്ടേച്ചു പോയിരിക്കുന്ന അനന്തരമായി നൽകിയിരിക്കുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു ഇതിനെയാണ് കലിമത്തൻ ബാഖിയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുകയാണ്, സുമ്മ ഔഹൈനാ ഇലൈക്, പിന്നീട് നബിയെ താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുകയാണ്, അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഈ മില്ലത്തിനെ, ഇബ്രാഹിമിന്റെ ഈ മതത്തെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഈ ചര്യയെ താങ്കൾ പിൻപറ്റേണ്ടതുണ്ട് എന്ന് അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വഹി നൽകി. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല. ഇതിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅ, ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. അല്ലാഹു പറയാണ്, ഈ ഉമ്മത്തിനോടാണ് പറയുന്നത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്, ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഏതിലാണ് മാതൃകയുള്ളത്? ഇത് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് ഉറക്കെ ഉച്ചയിസ്വരം വിളിച്ചു പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ഞങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സകല ആരാധ്യരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്, ബന്ധവിച്ഛേദനം നടത്തുകയാണ്, നിങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധവിച്ഛേദനം നടത്തിയതിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. കഫർനാ ബികും, ഞങ്ങൾ നിങ്ങൾ നിഷേധിച്ചു തള്ളുകയാണ്. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത വൽ ബഗ്ദാ അബദ, നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ എന്നെന്നും നിലനിൽക്കുന്ന ശത്രുതയും വിദ്വേഷവും ഉണ്ടാവുക തന്നെ ചെയ്യും. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ, പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതുവരെയും അവരിൽ നിങ്ങൾ വിശ്വസിക്കുന്നതുവരെയും ഈ പറയുന്നതായ ബന്ധവിച്ഛേദനം ഉണ്ടാകും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സമൂഹത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃക. ഇതിനാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശവുമാണ്, പ്രത്യേകിച്ചും ഈ കാലത്ത്. ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്, ഏത് പക്ഷത്താണ് ഒരു വിശ്വാസ നിലയുറപ്പിക്കേണ്ടത്, ഏത് പക്ഷത്ത് നിലയുറപ്പിച്ചുകൂടാ എന്നുള്ളതിലേക്ക് വലിയ സന്ദേശമുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം കുടുംബങ്ങളിൽ പിറന്നിരിക്കുന്ന ധാരാളം ആളുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന, 5 നേരം നമസ്കരിച്ചിരുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിച്ചിരുന്ന പല ആളുകളും മതനിഷേധികളായി മാറുന്ന, ആഖിറത്തെ തള്ളിപ്പറയുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളെ പുച്ഛിക്കുന്ന, നിരസിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുമായിട്ടാണോ കൂട്ടുകൂടേണ്ടത്, ഏതു പക്ഷത്താണ് നിൽക്കേണ്ടത് എന്നുള്ള യഥാർത്ഥ ബോധം അവർക്കില്ലാത്തതിന്റെ പ്രശ്നമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരുമായിട്ടാണ് ഞാൻ കൂട്ടുകൂടേണ്ടത്, ആരുമായിട്ടാണ് ഞാൻ സഹവസിക്കേണ്ടത് എന്നത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഒരു കവി പാടിയത് കാണാം, അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി, ഒരു മനുഷ്യനെ കുറിച്ച് അറിയാൻ നിങ്ങൾ അവനെ കുറിച്ച് ചോദിക്കേണ്ടതില്ല, അവനെങ്ങനെയാണെന്ന് ചോദിക്കേണ്ടതില്ല. വസൽ അൻ ഖരീനിഹി, അവന്റെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി. ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി, ഏതൊരു കൂട്ടുകാരനും അവൻ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അവനെയായിരിക്കും പിന്തുടരുന്നത്. ഒരു മതനിഷേധിയാണോ നിന്റെ നേതാവ്, ആഖിറത്ത് നിഷേധിക്കുന്നവനാണോ അവന് വേണ്ടിയിട്ടാണോ നീ ഇൻകുലാബ് വിളിക്കുന്നത്, മദ്യം അനുവദനീയമാണെന്ന് പറയുന്ന, വ്യഭിചാരം അനുവദനീയമാണെന്ന് പറയുന്ന, പലിശ അനുവദനീയമാണെന്ന് പറയുന്ന, സകല തോന്നിവാസങ്ങളെയും അനുവദിക്കുന്ന ആളുകളുടെ പിന്നാലെയാണോ, അവരുടെ പിന്നാലെയാണോ നിങ്ങൾ കൂടുന്നത്? എങ്കിൽ ആ സ്വഭാവം നിങ്ങളിലേക്ക് വരും. ശിർക്ക് ചെയ്യുന്നവരുടെ, കുഫ്ർ ചെയ്യുന്നവരുടെ, ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ സഹവസിക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സന്ദേശം. ഇത് പെരുന്നാളിന്റെ സന്ദേശം തന്നെയാണ്. ഇത് വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാലത്ത് മുസ്ലിം ഉമ്മത്തിൽ വലിയ വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ചില സൂഫി സംഘടനകൾ ഈ ഉമ്മത്തിനെ പല രീതിയിലുള്ള ഭൗതിക പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ കൊണ്ടുപോയി കെട്ടിയപ്പോൾ അതിന്റെ ദുരന്തഫലം നാം എന്താ അനുഭവിക്കുന്നുണ്ട്. പള്ളിയിൽ വന്ന് 5 നേരം നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ജുമാക്ക് വരെ മാത്രം വരുന്ന സന്ദർഭത്തിലേക്ക് മാറി. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് മാത്രം പള്ളിയിൽ കാണും.
അടുത്ത വർഷമാകുമ്പോൾ ദീനി നിയമങ്ങൾ പരിഹസിക്കുന്ന, ചീത്ത പറയുന്ന സമൂഹം ഈ ഉമ്മത്തിൽ നിന്ന് വളർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ആരുമായിട്ടാണ് സഹവസിക്കേണ്ടത് എന്നുള്ള യഥാർത്ഥ ബോധം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പെരുന്നാൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇത് തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വലിയ പെരുന്നാൾ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം, എല്ലാം ശരിയാണ്, ഏതിലൂടെ പോയാലും നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് എത്താം, മോക്ഷം നേടാം എന്നൊരു പ്രചാരണം സമൂഹത്തിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ, മതസംഘടനകളിൽ വരെയും തോന്നിവാസികൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് ഇതുപോലുള്ള വർത്തമാനങ്ങൾ. ഏതും നിങ്ങൾക്ക് സ്വീകരിക്കാം, ഏത് മാർഗത്തിലൂടെയും നിങ്ങൾക്ക് പോകാം, നിങ്ങൾ നല്ലവരായാലും മതി എന്നൊരു വളരെ നീചമായ ഒരു പ്രബോധനം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും മതസംഘടനകളുടെ വേദികളിൽ വരെയും ഈ പ്രബോധനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് നേരെ വിപരീതമാണ് പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയായി നിങ്ങൾ പഠിപ്പിക്കുന്നത്. മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയ, ഇബ്രാഹിം യഹൂദിയോ നസ്റാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, മുസ്ലിമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഹനീഫായിരുന്നു, സത്യത്തോട് ചായ്വുള്ളവരായിരുന്നു, സത്യത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. അസത്യത്തിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞുകൊണ്ട് സത്യത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവരാണ് ഹനീഫ് എന്ന് പറയുന്നത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം മുശ്രിക്കീങ്ങളിൽ പെട്ടവരായിരുന്നില്ല. ഇന്ന് സകലതും ഒരേ മാർഗത്തിലേക്കുള്ള വ്യത്യസ്ത വഴികളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃക എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹുവേതര ആരാധ്യരോട് ബറാഅത്ത് പറയുമ്പോൾ, അങ്ങനെ തിന്മ ചെയ്യുന്ന ആളുകളോട് ബന്ധവിച്ഛേദനം നടത്തുമ്പോൾ അത് തീവ്രവാദമാണ്, അത് ഭീകരവാദമാണ് എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. ഒരിക്കലും ഒരു വിശ്വാസിയെ ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. ഈ ആശയങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന് ശേഷം തൊട്ടുടനെയുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീൻ മുറുകെ പിടിച്ചു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തതായ ആളുകൾ ഉണ്ടാകാം നിങ്ങളുടെ സമൂഹത്തിൽ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാത്തതായ ആളുകൾ ഉണ്ടാകാം. അവരോട് നന്മ ചെയ്യുന്നതിന്, അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്നതിന്, അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിക്കുന്നത് ഇതിനൊരു തടസ്സമല്ല. അവരോട് നിങ്ങൾ നീതിയിൽ തന്നെ വർത്തിക്കേണ്ടതുണ്ട്. അവർക്ക് നിങ്ങൾ നന്മകൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നീതിയിൽ വർത്തിക്കുന്നതായ ആളുകളെയാണ് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം എന്ന് തൊട്ടുടനെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകളുടെ ഭക്ഷണം കഴിക്കരുതെന്നോ, അവരുമായി മിണ്ടരുതെന്നോ, അവരുമായി കച്ചവടം ചെയ്യരുതെന്നോ ഇസ്ലാമിന്റെ താല്പര്യമല്ല. അങ്ങനെയുള്ള ആളുകളുടെ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കണമെന്ന് ഇത് ഇസ്ലാമിന്റെ കൽപ്പനയല്ല. അവരോട് മനസ്സിൽ വിദ്വേഷം വെക്കേണ്ടതുണ്ട്. അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്നുള്ള കാരണത്താൽ. പക്ഷെ അവരുമായിട്ടുള്ള ഭൗതിക ഇടപാടുകളിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം എന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ്. അതിന്റെ ആധാറുകൾ, അടയാളങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ ഷാറുകളിൽപ്പെട്ടതാണ്, ഒരു അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇദ്ഹാറു സുറൂരി ഫിൽ അയാദി, പെരുന്നാൾ ദിനങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ്. മിൻ ഷആഇരി ദീൻ, അത് ദീനിന്റെ ഷിആറുകളിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. ദീനിന്റെ ഷിആറുകളിൽപ്പെട്ടതാണ് സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത്. അത് അനുവദനീയമായ നിലയിലായിരിക്കേണ്ടതുണ്ട്. ശർഅ് അനുവദിച്ചു നൽകിയിരിക്കുന്ന നല്ല മാർഗത്തിലൂടെ ആയിരിക്കേണ്ടതുണ്ട്. സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് സന്തോഷം ലഭിക്കുന്നത് തിന്മകൾ ചെയ്യുമ്പോഴല്ല. തിന്മകൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കറുത്ത പാടുകളാണ് ഉണ്ടാക്കുന്നത്. അതവന്റെ മനസ്സുകളിൽ വ്യസനങ്ങൾ ഉണ്ടാക്കും, വിഷമങ്ങളും ദുഃഖങ്ങളും കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് തിന്മകൾക്ക് സയ്യിആത്ത് എന്ന് പേര് തന്നെ പറയാൻ കാരണം. പിന്നീട് വളരെയധികം ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് തിന്മകൾ. അതുകൊണ്ട് സന്തോഷം കണ്ടെത്താൻ തിന്മകളിൽ പെട്ടുപോകുന്ന ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സന്തോഷം ഉണ്ടാകുന്ന നന്മകളിലൂടെയാണ്, നമസ്കാരങ്ങളിലൂടെയാണ്, അതേപോലെ തന്നെ തക്ബീറുകളിലൂടെയാണ്, ഉളഹിയത്തിന്റെ അള്ളാഹുവെ അനുസരിക്കുന്നതിലൂടെയാണ്, ഉളഹിയത്തിന്റെ കർമ്മങ്ങളിലൂടെയാണ്, പരസ്പരം ബന്ധങ്ങൾ പുതുക്കുന്നതിലൂടെയാണ്, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിലൂടെയാണ്, അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്നതിലൂടെ മാത്രമാണ് ഒരാൾക്ക് സന്തോഷം ലഭ്യമാവുക. അതല്ലാത്തിടത്ത് ദുഃഖമാണ് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന ഇബാദാത്തുകൾ സന്തോഷത്തിന് വകവെക്കുന്നതാണ്. ഖുർറത്തു ഐൻ എന്നാണ് നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോമ്പിൽ സന്തോഷമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹജ്ജ് വളരെ സന്തോഷമുള്ള വേളകളാണ്. ഇങ്ങനെ ഇബാദാത്തുകളിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്, നന്മകളിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. തിന്മകളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് വിശ്വാസിക്ക് അനുയോജ്യമായ കാര്യമല്ല. അതേപോലെ തന്നെ വരുന്ന ദിനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തമായ ദിവസം വലിയ പെരുന്നാൾ ദിവസമാണ്. ദുൽഹജ്ജ 10 ശേഷം യൗമുൽ ഖർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുൽഹജ്ജ 11 ദിവസമാണ്. അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ. അയ്യാമു തശ്രീഖ് ഭക്ഷണം കഴിക്കാൻ, പാനീയങ്ങൾ കുടിക്കാനുള്ള ദിവസങ്ങളാണ്. വദിക്രില്ല, കൂടെ അള്ളാഹുവിനുള്ളതായ സ്മരണകളുടെയും ദിവസങ്ങളാണ്. തക്ബീറുകൾ ധാരാളമായി ഉൾവിടേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്. തക്ബീറുകളിലൂടെ അള്ളാഹുവാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായവൻ, ഏറ്റവും വലിയവൻ എന്നുള്ളതായ സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, നിങ്ങൾ അള്ളാഹുവിനെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ സ്മരിച്ചുകൊള്ളുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചിങ്ങനെയാണ്, ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമു തശ്രീഖ്, അത് അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കാൻ നല്ല സുഭിക്ഷമായിക്കൊണ്ട്, അതേപോലെ തന്നെ നല്ല പാനീയങ്ങൾ കുടിക്കാം. അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതും ഹറാമുകൾ ചെയ്യാതെ ഹലാലുകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട്, ഇതാണ് ഭക്ഷണവും പാനീയവും കുടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്മരണ, അള്ളാഹുവിനെ സ്മരിക്കുക. അവിടെ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ബിസ്മി പറയുക, ഭക്ഷണത്തിന് ശേഷം ഹംദ് പറയുക, ഇതെല്ലാം ഒരു വിശ്വാസം ചെയ്യേണ്ടതാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണിത്. ഭക്ഷണം ലഭിക്കാത്ത ആളുകളുണ്ട്, വെള്ളം കുടിക്കാനില്ലാത്ത, ശുദ്ധജലം ലഭിക്കാത്ത ആളുകൾ ധാരാളമുണ്ട്. ഒരു ദിവസത്തെ ഭക്ഷണം ലഭിക്കാതെ ടെന്റുകളിൽ കഴിയുന്ന, അഭയാർത്ഥികളായി കഴിയുന്ന, ഫിലസ്തീനിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. കുടിയിറക്കപ്പെട്ട ധാരാളം ആളുകൾ, 1000-ഓളം വീടുകൾ ഈ ദിവസങ്ങളിൽ പൊളിച്ച് തകർക്കപ്പെട്ടതായ ആളുകളുണ്ട്. അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോ ഇത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാനുള്ള ഒരു കൂരയുണ്ട് എങ്കിൽ, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്. നന്ദികേട് കാണിക്കാതെ നന്ദിയുള്ളവരായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സുദിനത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അവനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ. രോഗങ്ങൾ ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായ ശിഫ അള്ളാഹു നൽകട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.